രാവിലെ തന്നെ രാജാവിനെ പോലെ കഴിക്കണം എന്നാ, പിന്നെ രാജ്ഞിയോ തോയിമാരോ എങ്ങനെ കഴിച്ചാലും കുഴപ്പമുണ്ടാവില്ല കേട്ടോ. അതുകൊണ്ട് പിന്നെ രാവിലെ തന്നെ നല്ല ഫുഡ് നമ്മൾ കഴിക്കുള്ളൂ. രാവിലത്തെ കഴിച്ചാൽ പിന്നെ വൈകുന്നേരം കഴിക്കണേ. പിന്നെ ഈ വൈകുന്നേരം നമ്മൾ ഓഫീസിൽ നിന്ന് വരുമ്പോഴാണ് നമ്മൾ ഐസ്ക്രീമൊക്കെ തിന്ന് ഇങ്ങനത്തെ മുട്ടായികളൊക്കെ തിന്ന് ഇങ്ങനെ വരിക. ഇപ്പം മുട്ടായി കുറവാണ്, കേട്ടന്മാർ കണ്ടു കഴിഞ്ഞാൽ തലക്ക് മേടും. അതുകൊണ്ട് തന്നെ മുട്ടായി കസിനൊക്കെ തിന്നല്ലേ. ഇപ്പോൾ ഐസ്ക്രീം പോലെ കാണാതൊക്കെ തിന്നു. മുട്ടായി ആദ്യം ഇങ്ങനെ കൊണ്ടേക്കുണ്ടായിനി, അപ്പോൾ പോലെ തൊള്ളുന്നത് ഇത് 3 റിയാൽ ഐസ്ക്രീം ആട്ടോ. നല്ല സാധനം, നല്ല ടേസ്റ്റ്, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനത്തെ ഓരോ സാധനങ്ങൾ എടുത്ത് ഇങ്ങനെ ഇങ്ങനെ കഴിക്കും. അങ്ങനെ പിന്നെ വൈകുന്നേരം ഇന്ന് കടയിലെത്തി സപ്പേറിലെത്തി നേരെ സമൂസ 2-3 സമൂസയും കഴിച്ച് നേരെ ലൈമും കുടിച്ച്. ഇന്ന് ലൈസൻസിൻ്റെ ദിവസമാണ്. അപ്പോൾ ലൈസൻസ് കൈമ കിട്ടാൻ വേണ്ടിയിട്ട് പരിപാടി. അങ്ങനെ ലൈസൻസ് കൈമ കിട്ടി ഇനിയിപ്പോൾ സാധനം വാങ്ങാനുള്ളൂ. പിന്നെ നമ്മളെ പഞ്ചാബി കട എന്നൊക്കെ പറഞ്ഞതിൻ്റെ ആവശ്യമൊന്നുമില്ലല്ലോ. ഇവര് റൊട്ടി ഇങ്ങനെ എടുത്ത് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ട് വീസും. ആ പരിപാടി തന്നെ ഇവിടെ കിടക്കണേ. അങ്ങനെ ഏതായാലും എന്നിപ്പോൾ റൊട്ടിയല്ലേ, നമ്മൾ ഒരു വെറൈറ്റി പിടിച്ച് അപ്പം പിന്നെ അവിടുത്തെ ബിരിയാണി തിന്നാം. പിന്നെ ഇവിടുത്തെ ബിരിയാണി നല്ല പറഞ്ഞാൽ ചിലവർക്ക് ഇഷ്ടപ്പെടുള്ളൂ കേട്ടോ. നമ്മളെ നാട്ടിലത്തെ എല്ലാവർക്കും ഈ മലയാളികൾക്ക് ഇഷ്ടപ്പെടില്ല. ഇവരിങ്ങനെ പരുത്തി ഉണ്ടാക്കുന്നുണ്ട്, മൈദ ഇങ്ങനെ കൊട്ടയാണ് കിടന്നാട്ടെ. ഇത് കൊട്ടിയിട്ട് ഇങ്ങനെ ടടട്ടെ എന്നൊക്കെ പറഞ്ഞിട്ടേ നല്ലോണം കൂച്ചി ആക്കുന്നുണ്ട്. ഇത് എപ്പോഴാവാനല്ലേ, ഇതിങ്ങനെ ഓരോന്നും കഴിയുമ്പോഴത്തേനും ഓരോന്നുണ്ട്. ഇവിടെ വ്യത്യസ്തമായ കറികളുണ്ട്, ആടുണ്ട്, കോഴിയുണ്ട്, പോത്തുണ്ട്, എല്ലാ ഐറ്റംസും ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ വന്ന് ഇത് റൊട്ടി കഴിക്കുമ്പോൾ ഇവിടെ ഭയങ്കര ടേസ്റ്റാണ്. ഇവിടുത്തെ കറിയൊക്കെ ഭയങ്കര ടേസ്റ്റാണ്. ഇവിടെ ഇതാർക്കും എല്ലാം തിന്നണ്ടെന്ന് എൻ്റെ അഭിപ്രായം. കാരണം എന്താ വെച്ചാൽ ഇവിടുത്തെ ഫുഡിൻ്റെ പ്രശ്നം എന്താ വെച്ചാൽ നല്ലോണം വെളിച്ചെണ്ണയും ഓയിലൊക്കെ നല്ലോണം വാരി വലിച്ചു. പിന്നെ ക്യാബേജ് വല്ലാതെ തിന്നണം കേട്ടോ. ക്യാബേജൊക്കെ തിന്ന് കഴിഞ്ഞ് കേടാന്നൊക്കെ പറഞ്ഞിട്ട് അതുകൊണ്ട് വല്ലാതെ കത്തിക്ക് തേറ്റണില്ല. കുറച്ചൊക്കെ നമ്മൾ കയറ്റും. അങ്ങനെ കക്കേരിക്കള്ളൊക്കെ ഞാൻ വാരി കൊലിച്ച് തിന്നണേ. പിന്നെ നമ്മളെ സാധനത്തിന് വെയിറ്റ് ചെയ്യാം കേട്ടോ. അതാ നമ്മളെ ബിരിയാണി എത്തി. ബിരിയാണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിരിയാണിയൊക്കെ നല്ല രസമുണ്ട്. ചെറിയ പൈസയേ ഉള്ളൂ. പൈസ എന്ന് പറഞ്ഞാൽ 6-7-8 റിയാലൊക്കെ ഉള്ളൂ. പൈസ കുറവാണ്, നല്ലോണം ക്വാണ്ടിറ്റി ഉണ്ട്. നമ്മളെ നാട്ടിൻ്റെ ഡബിൾ സാധനമുണ്ട്, അതാണ് മാറ്റം. പിന്നെ ഇവിടുത്തെ 8 റിയാൽ എന്ന് പറഞ്ഞാൽ നാട്ടിൽ അത്യാവശ്യം വിലയായി. അങ്ങനെ ഏതായാലും വാരി വലിച്ച് തിന്നണം. ഇന്നെ കൊണ്ട് ഇത് മൊത്തം തിന്നാൻ കഴിഞ്ഞില്ലായിരുന്നു. കാരണം വെച്ചാൽ ഞാൻ ഓൾറെഡി നല്ലോണം കഴിച്ചതാണ്. അതിൻ്റെ ഇടയിലാണ് പിന്നെ ഇത് കഴിക്കാൻ പോകുന്നത്. അങ്ങനെ ഏതായാലും ഫുള്ള് ഇപ്പോൾ ഫാസ്റ്റ് ഫുഡാണല്ലോ, ഒക്കെ എടുത്തുനിന്നും പിടുത്തുന്നതായിട്ട് തിന്നാണ്. സംഭവം വെറൈറ്റിയാണ്. ഇടയ്ക്കൊക്കെ പോയി എങ്ങനെയൊക്കെ